നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന, തീർത്ഥാടകനായ വ്യാപാരി മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ട്രെയിനിൽ നിന്ന് വീണ ആളുടെ മൃതദേഹമെന്ന് സംശയം. ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി നിയമിച്ചു. ശിഖ സുരേന്ദ്രൻ പുതിയ കളക്ടർ. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് തെക്കേത്തുറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ട്രെയിനിൽ നിന്ന് വീണ ആളുടെ മൃതദേഹമെന്നാണ് സംശയം. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പുഴയിൽ തടഞ്ഞു നിന്ന നിലയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടത്. ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹത്തിൽ മുണ്ടും ഷർട്ടുമാണ് ഉള്ളത്. ദിവസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ്. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വീണ ആളുടെ മൃതദേഹമാണെന്നാണ് പോലീസിന്റെ സംശയം. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് തീർത്ഥാടകൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിച്ചു. കൊടകരയിലെ വ്യാപാരി കുഴഞ്ഞു വീണു മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ മിൽ ഉടമയും പന്തല്ലൂക്കാരൻ ഫ്രാൻസിസിന്റെ മകനുമായ ലോനപ്പനാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6:30 കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. നീതുവാണ് ഭാര്യ. മക്കൾ ഫ്രാൻസിസ്, മരിയ ഗൊരെത്തി. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി നിയമിച്ചു. നിലവിലെ കളക്ടർ K ഇൻബശേഖറിനെ മാറ്റിയ ഒഴിവിലേക്കാണ് നിയമനം. ടൂറിസം ഡയറക്ടറായ ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാകും. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയതിന്റെ ആഘോഷവും ആരവങ്ങളും അതിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് സ്ഥലമാറ്റം വരുന്നത്. സന്തോഷ പെരുമഴയ്ക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു ഇടിവെട്ട് വാർത്തയായിരുന്നു സത്യത്തിൽ തൃശൂർക്കാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ പാണ്ഡിന്റെ സ്ഥലം മാറ്റം. ഒരു ജില്ലാ ഭരണാധികാരിയുടെ അധികാരഭാവത്തോടെ ഒരിക്കൽ പോലും പൊതുജനങ്ങളുമായി ഇടപഴകാതെ തീർത്തും അവരിൽ ഒരാളായി അവർക്കൊപ്പം നിന്ന കളക്ടറായിരുന്നു അർജുൻ പാണ്ഡ്യൻ. കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട കളക്ടർ. സ്കൂളുകളിൽ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും മറ്റും എത്തുമ്പോൾ ആ കുട്ടിക്കൂട്ടത്തോടൊപ്പം ചേർന്ന് ഒരു കുട്ടിയെപ്പോലെ ആഘോഷിക്കാൻ അർജുൻ പാണ്ഡ്യൻ മടിച്ചിട്ടില്ല. എത്ര പേർ സെൽഫി എടുക്കാൻ വന്നാലും ഒരു മടിയും കൂടാതെ അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ സമ്മതം നൽകിയ ജില്ലാ ഭരണാധികാരി. ഒരു ജില്ലാ ഭരണാധികാരിയുടെ അലങ്കാരങ്ങളില്ലാതെ രാവിലെ അയ്യന്തോൾ മോഡൽ റോഡിലൂടെ മോർണിംഗ് വാക്കിനിറങ്ങുന്ന ജില്ലാ കളക്ടർ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ചുമതലകൾ മനോഹരമായി നിറവേറ്റാനും പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിൻ്റെയും സന്തോഷമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൻ്റെ ജില്ലാ കളക്ടർ പദവിയൊഴിഞ്ഞ് കാസർകോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന അർജുൻ പാണ്ഡ്യൻ പങ്കുവയ്ക്കുന്നത്. ജോലി ചെയ്തതിൽ ഏറ്റവും മനോഹരമായ സ്ഥലവും മനുഷ്യരെയും കണ്ടത് തൃശ്ശൂരാണെന്ന് അർജുൻ പാണ്ഡ്യൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇത്രയും ജനകീയനായ ഒരു കളക്ടർ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തൃശ്ശൂർക്കാരും സമ്മതിക്കുന്നു. ജാടകളോ തലക്കനമോ അഹങ്കാരമോ ഇല്ലാതെയാണ് അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂരിൽ ഭരണനിർവഹണം നടത്തിയത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൃശ്ശൂർ പൂരം ഏറ്റവും അടുത്തു നിന്ന് ആദ്യമായി കണ്ടതിൻ്റെ ഓർമ്മകൾ പൂരം കഴിഞ്ഞ ശേഷം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല സമയമാണ് കടന്നുപോയത്. തൃശ്ശൂർ പൂരത്തിലെ എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. പൂരത്തിൽ പങ്കെടുക്കുന്നതും കാണുന്നതും സംഘാടനത്തിൻ്റെ ഭാഗമാകുന്നതുമെല്ലാം ആദ്യത്തെ അനുഭവമാണ്. പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോൾ അത് സാമ്പിൾ ആണോ എന്ന് അതിശയിച്ചു പോയി. കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതിനാൽ അടുത്തു നിന്നാണ് വെടിക്കെട്ടടക്കം കണ്ടത്. അപ്പോൾ തന്നെ നല്ല എഫക്റ്റുള്ള വെടിക്കെട്ടാണെന്ന് മനസ്സിലായി എന്ന് അർജുൻ പാണ്ഡ്യൻ പറയുമ്പോൾ അതിലൊരു കുട്ടിയുടെ കൗതുകമുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും അക്കാര്യങ്ങൾ പാലിക്കാതെ വന്നപ്പോഴാണ് മുന്നറിയിപ്പായി ഒരു ദിവസത്തേക്ക് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തുകൊണ്ട് തൻ്റെ സൗമ്യഭാവത്തിൽ മാത്രമല്ല കർക്കശക്കാരനായ ഭരണാധികാരിയായും പ്രവർത്തിക്കുമെന്ന് കാണിച്ചു കൊടുത്തു അർജുൻ പാണ്ഡ്യൻ. പാലിയേക്കര ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട പല ജനോപകാരമായ തീരുമാനങ്ങളും എടുക്കുന്നതിൽ കളക്ടർ എന്ന നിലയ്ക്ക് അർജുൻ പാണ്ഡ്യൻ ധൈര്യമായ ചുവടുവെപ്പുകൾ നടത്തി.
വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കണം, അതിന് പണമുണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ക്ലീനറായും ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അർജുൻ പാണ്ഡ്യന്. അവധി ദിവസങ്ങളിൽ തേയിലച്ചാക്ക് ചുമന്നും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പഠിച്ചും പഠിപ്പിച്ചും ജീവിതത്തിൻ്റെ കടമ്പകൾ താണ്ടിയ ചരിത്രവും അദ്ദേഹത്തിന് പറയാനുണ്ട്. എസ്റ്റേറ്റ് മേഖലയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് പ്രതിസന്ധികളോടും പരാധീനതകളോടും പൊരുതിയാണ് എല്ലാ വിജയങ്ങളും അർജുൻ പാണ്ഡ്യൻ നേടിയത്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ പങ്കെടുത്ത 12 കിലോമീറ്റർ കൂട്ടയോട്ടത്തിൽ അവധി ആവശ്യവുമായി 7ാം ക്ലാസ്സുകാരൻ സൽമാനും കളക്ടറുമായുള്ള കൊച്ചു വർത്തമാനം ഏറെ വൈറലായിരുന്നു. കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂളിന് അവധി തരുമോ എന്നായിരുന്നു കളക്ടറോട് തൃശൂർ ലൂർദ് സെൻറ് മേരീസ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി സൽമാന്റെ ചോദ്യം. തൃശ്ശൂരിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് താൻ അവധി ചോദിക്കുന്നതെന്നും സൽമാൻ പറഞ്ഞപ്പോൾ, വരുന്ന ദിവസങ്ങളിൽ മഴ മൂലം അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൽമാന്റെ പേരിൽ അവധി പ്രഖ്യാപിക്കാം എന്ന ഉറപ്പ് കളക്ടർ കൊടുത്തപ്പോൾ കയ്യടികൾ ഉയർന്നത് മറക്കാനാവില്ല. ഭരണമികവിനേക്കാൾ സ്നേഹമികവ് കൊണ്ടാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ തൻ്റെ സ്ഥാനം ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, വി മിസ് യു സാർ. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഹോമിയോ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V മീനു, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, ഡോക്ടർ സുമി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ജിനേഷ് ജെ മേനോൻ, ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പയിന്റെ ഭാഗമായി വിളംബര ജാഥ, യോഗ ഡാൻസ്, യോഗ പരിശീലനം, സൂംബ ഡാൻസ്, പോസ്റ്റർ പ്രകാശനം എന്നിവയുണ്ടായി. സംസ്ഥാന സർക്കാർ ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോ, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പുതുക്കാട് മണ്ഡലത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകമായ ഒരു പരിപാടിയാണ് പുതുക്കാട് നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നു. ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. പുതുക്കാട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ ആമ്പലൂർ സെൻറ്ററിൽ നിന്ന് ആരംഭിച്ച ഒരു ഘോഷയാത്രയോടുകൂടി തുടക്കം കുറിച്ച് ഔപചാരികമായ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ നല്ല ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യമാണ് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള സർക്കാർ ആയുഷ് വകുപ്പുമായി ബന്ധപ്പെട്ട് നാഷണൽ ആയുഷ് മിഷൻ്റെ ഭാഗമായി ഹെൽത്തി കേരള ക്യാമ്പയിൻ ഇന്ന് അളഗപ്പനഗർ പഞ്ചായത്തിൽ നടത്തുന്നത്. ഇവിടെ എത്തിച്ചേർന്ന യോഗ ടീമുകളുണ്ട്, നമ്മുടെ എല്ലാ ഡോക്ടർമാരെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും അനുമതിയോടും വരന്തരപ്പള്ളി ശ്രീ ഐക്കരക്കുന്ന് മണലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മകം തൊഴൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി ജയൻ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മാർച്ച് 2 തിങ്കളാഴ്ചയാണ് പൂരം മകം തൊഴൽ ഉത്സവം. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ എഴുന്നള്ളിപ്പ്, ശേഷം പ്രസാദ ഊട്ട്, തുടർന്ന് 2-ന് പ്രസിദ്ധമായ മകം തൊഴൽ, വൈകിട്ട് 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം താലിപ്പറ, 10-ന് കാളക്കളി, 12-ന് ശേഷം ഗുരുതി ചടങ്ങുകൾ നടക്കും. കോടാലി കൊറേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാഗപൂജ നടത്തി. ആശ അനീഷിന്റെ പുള്ളുവൻ പാട്ടും വിശേഷാൽ പൂജകളുമുണ്ടായി. ചടങ്ങുകൾക്ക് അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങടിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി എ കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ എന്നിവർ നേതൃത്വം നൽകി. പുള്ളുവൻ പാട്ടുകാരി ആശ അനീഷിനെ ക്ഷേത്രം തന്ത്രി ചടങ്ങിൽ ആദരിച്ചു. വാഴും കാളികനല്ലയോ
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ IQACയുടെയും NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭാരതീയ ഗ്യാൻ പരമ്പര എന്ന ദേശീയ സെമിനാറോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം പഴമയുടെ പെരുമ വിളിച്ചോതുന്നതായി. ഓർമ്മകളിലേക്ക് മറഞ്ഞ പഴയ കാർഷിക സംസ്കാരത്തിന്റെ ശേഷിപ്പുകളും നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന പുരാവസ്തുക്കളും തൃശൂരിന്റെ തനത് കലാരൂപമായ കുമ്മാട്ടിക്കളിയുടെ ഈണവും താളവും ഓർമ്മപ്പെടുത്തുന്ന കുമ്മാട്ടി മുഖങ്ങളും മച്ചാട് മാമാങ്കത്തിന്റെ വീരഛായ പകരുന്ന അശ്വവേതാളവും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടി. പഴമയുടെ പൈതൃകം വിദ്യാർത്ഥികൾക്ക് കണ്ടറിയാൻ ഉതകുന്നതായി പ്രദർശനം. മരക്കലം, മെതിയടി, ആഭരണപ്പെട്ടികൾ, പ്രാചീന വിളക്കുകൾ തുടങ്ങി കൊച്ചി രാജ്യത്തെ പോലീസ് മുദ്ര വരെയുള്ള പുരാവസ്തുക്കൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവവും അറിവും സമ്മാനിച്ചു. കാലടി ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കും പ്രദർശനം കാണാൻ സൗകര്യം ഒരുക്കിയിരുന്നു. ചിമ്മിനി ഇക്കോ ടൂറിസം 1ാം ഘട്ട സമർപ്പണവും 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനവും ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കും. വനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആട് വളർത്തൽ എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 28-ന് മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും പരിശീലനം. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്ത് 0491-281-5454 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് പൂന്തുരുത്തി പരേതനായ രാമൻ ഭാര്യ ഈശ്വരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉദയ, രമ, മിനി, സജിത്, ബിന്ദു എന്നിവർ മക്കളും വിശ്വംഭരൻ, ശ്രീനി, മുരളി, സുജി, ഷാജു എന്നിവർ മരുമക്കളുമാണ്. വരാക്കര ചിറയത്ത് മൂർക്കനാട്ടുകാരൻ മാത്യു അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്തയാണ് ഭാര്യ. നിമ്മി, രാജു, നീന എന്നിവർ മക്കളും ഷിജു, അഞ്ജു, പോൾ എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി പോങ്കോത്ര തൃത്താണി പരേതനായ ശ്രീധരന്റെയും സുലോചനയുടെയും മകൻ അജയൻ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമിതയാണ് ഭാര്യ. ദേവിക, ദക്ഷിണ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദന, തീർത്ഥാടകനായ വ്യാപാരി മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ട്രെയിനിൽ നിന്ന് വീണ ആളുടെ മൃതദേഹമെന്ന് സംശയം. ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡിനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി നിയമിച്ചു. ശിഖ സുരേന്ദ്രൻ പുതിയ കളക്ടർ. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.